ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള പല്ലടയാണ് കേട്ടോ. ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്ന പലഹാരം തന്നെയാണ് കേട്ടോ. പിന്നെ കൂടുതലായിട്ടും ഇത് കോഴിക്കോട് ഭാഗങ്ങളിലേക്കാണ് ഫേമസ് ആയിട്ടുള്ളത്. ആ ഭാഗങ്ങളിലേക്കൊക്കെ കുട്ടികൾക്ക് ആദ്യമായിട്ട് പല്ല് വന്നു കഴിഞ്ഞാൽ പല്ലട വെപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ സമയത്താണ് ഇത് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് തോന്നുന്നു ഇതിന് പല്ലട എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അടയ്ക്ക് മാവ് വാട്ടിയെടുക്കുന്ന പോലെ തന്നെ വാട്ടിയെടുക്കണം. അതിനായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായിട്ട് ചൂടാറാൻ വെക്കാം. ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ അവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്തും അതുപോലെ നമ്മൾ പരത്തുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് കിട്ടും. ഇനി മാവ് വല്ലാതെ ചൂടാറുന്നതിന് മുന്നേ തന്നെ, അതായത് നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ, ആ ഒരു ചൂടിൽ നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂക്കാത്ത തേങ്ങയാണ് കേട്ടോ. ഒരു ഇളനീര് പാകമല്ല, എന്നാൽ തേങ്ങയിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനത്തെ ഒരു ഭാഗം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തേങ്ങയാണ്. ഇനി ഇതിലേക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കായൻ്റെ സീഡ് മാത്രം എടുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിലുള്ള തേങ്ങ കൊണ്ട് അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ രാവിലത്തെ പലഹാരത്തിലേക്ക് നമ്മൾ അരി അരച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കില്ല, അതിലേക്കും അതുപോലെ തന്നെ ഓട്ടട ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ അമ്മ ഈ ഒരു പാകത്തിലുള്ള തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന്. നമ്മളിവിടെ തേങ്ങയുടെ ഈ ഒരു മിക്സിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചില ആൾക്കാർ ശർക്കര വെച്ചിട്ടും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ കൂടുതലായിട്ടും പഞ്ചസാര ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് കാണാറുള്ളത്. പിന്നെ കോഴിക്കോട് ഭാഗങ്ങളിലേക്കൊക്കെ അവർ കടലപ്പരിപ്പും കൂടെ വേവിച്ച് ചേർത്തിട്ട് ഫില്ലിങ് റെഡിയാക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. മാവ് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട്, ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാവ് വെച്ചിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ പരത്തേണ്ട ഒരു മടിക്ക് എളുപ്പത്തിന് ചെയ്തു എന്ന് മാത്രം. ഇനി ഈസിയാണ് കേട്ടോ. ഇത് പല്ലട ഉണ്ടാക്കുന്ന ഒരു മോൾഡാണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പരത്തി വെച്ച മാവ് എടുത്തതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുന്നേ റെഡി ആക്കിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് എത്രയാണോ വേണ്ടത് അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള മാവ് നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റം ശരിക്കും കവറായിട്ട് വരില്ല, അപ്പോൾ പിന്നെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ, പലട ഉണ്ടാക്കുന്നത് അതുപോലെ പലഹാരം ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അവർക്ക് ഇതിൻ്റെ ഈ അച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ ഈ മാവ് പരത്തിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഷേപ്പ് ചെയ്യുന്നതും ഇതിൻ്റെ ഈ അറ്റം കവർ ചെയ്തെടുക്കുന്നതൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്നെ പോലെ അങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്കുള്ളൊരു സൂത്രവിദ്യയാണ് കേട്ടോ ഈ ഒരു മോൾഡ്. അപ്പോൾ നമ്മുടെ പല്ലടയൊക്കെ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയാണ്. കൂടുതലായിട്ടും പല്ലടേൻ്റെ റെസിപ്പി നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പല്ലട ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഓയിലൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവിയിൽ വേവിച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്തിട്ടും ചെയ്തു, ബാക്കിയുള്ളത് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാനിതിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇഡ്ഡലി തട്ട് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ നിരത്തി കൊടുത്തത്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. പിന്നെ ഇത് തുറക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഒരു ഒട്ടി പിടിക്കുന്ന രീതിയിലാവട്ടോ ഉണ്ടാവുക. ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവും കേട്ടോ. അപ്പോൾ 2 രീതിയിലും തയ്യാറാക്കിയ നമ്മുടെ പല്ലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇനി ഇതിൻ്റെ മോൾഡ് ഇല്ലാന്ന് കരുതിയിട്ടും ഉണ്ടാക്കാതിരിക്കേണ്ട. ഇതിൻ്റെ ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ ഇതിൻ്റെ അറ്റൊന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.